മറ്റൊരു കാര്യം, അൻവർ എന്നുള്ളതൊരു ഫാക്ടറാണെന്നുള്ളത് KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞു. ഒരു ചെറിയ ആണെങ്കിൽ പോലും ഒരു ഫാക്ടറാണ്. ഇപ്പോഴും വാതിൽ പൂർണ്ണമായി അടച്ചിട്ടില്ല, എപ്പോൾ വേണം തുറക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, അതിൽ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ അജണ്ട ഇപ്പോഴില്ല. കാരണം അൻവർ മുമ്പ് UDFിലേക്ക് ചേരണമെന്ന് പറഞ്ഞിട്ടുള്ള കത്ത് നൽകിയിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തു. പക്ഷേ ആ തീരുമാനത്തിന് ശേഷം UDF സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു, സ്ഥാനാർത്ഥിയായി. അദ്ദേഹത്തിന് വോട്ട് കിട്ടിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ തുടർന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ചർച്ചയിൽ ഇപ്പോഴില്ല. അത് അദ്ദേഹം ചേരണോ വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കത്ത് നൽകിയാൽ അന്ന് വരെ ഇരിക്കുക. ഇന്നിപ്പോൾ അത് ഞങ്ങളുടെ അജണ്ടയില്ല. സതീശനിസം വേഴ്സസ് പിണറായിസത്തിൽ സതീശനിസം വിജയിച്ചു എന്നുള്ളതാണ് മൊത്തത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും നടക്കുന്നത്. അല്ല, അതിൽ പ്രതിപക്ഷ നേതാവാണ് ഇലക്ഷന് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് വിജയമുണ്ടായത്. അത് ശ്രീ സതീശൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ ഇലക്ഷന് നേതൃത്വം നൽകിയാൽ നമ്മൾ അംഗീകരിക്കണം. അത് അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും പാർട്ടി നേതാവ് എന്നുള്ള നിലയിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചിട്ടപ്പെടുത്തി അതനുസരിച്ച് മുന്നോട്ട് പോയി. അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ അൻവറിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ചുമതല ഇപ്പോൾ ഞങ്ങൾക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ യാതൊരു രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചേർക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കത്തോ ഒന്നും ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വേണ്ട. വരുമ്പോൾ നമുക്ക് അന്ന് ആലോചിക്കാം. അത് പക്ഷേ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല, എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കണം. വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ ലീഗ് ഹൈജാക്ക് ചെയ്ത് നേടിയ ഒരു വിജയമെന്നുള്ളതാണ്. അല്ല, അദ്ദേഹം പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് നിലമ്പൂരെ ജനങ്ങൾ മറുപടി നൽകിയല്ലോ. ഞങ്ങൾ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ജനതയാണ് എന്ന് നിലമ്പൂർ ജനത തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ മുസ്ലിം ലീഗ് ഞങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് 55 കൊല്ലമായി. അതിൻ്റെ കാരണം എന്താ? അവർ ഒരു ജോലി ഏറ്റെടുത്താൽ 100% ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരാണ്. അത് നിലമ്പൂരും ഉണ്ടായി. നിലമ്പൂർ സത്യത്തിൽ കോൺഗ്രസിനേക്കാൾ ആവേശത്തിൽ മുസ്ലിം ലീഗാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത്. ഞങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചു, അവരേറ്റെടുത്തു. ഈ നിലമ്പൂരിൽ CPM പല ഘട്ടത്തിൽ അവസാന ഘട്ടത്തിലൊക്കെ ആകുമ്പോൾ ഈ രാഷ്ട്രീയ വിഷയങ്ങൾക്കാളുപരി ഉയർത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു ബന്ധം, ആ കൂട്ടുകെട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം ജനം തള്ളിക്കളഞ്ഞല്ലോ. കാരണം PDPനെ തോളത്തിരുത്തിയിട്ടാണല്ലോ ഞങ്ങളെ കുറ്റം പറയാൻ വന്നത്. ഞങ്ങൾ ആരുടെ പിന്തുണ കിട്ടിയാലും സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് വിചാരിച്ച് അതിന് മറ്റൊരു അർത്ഥം ഇപ്പോൾ കൽപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് ആ എല്ലാ അവരുടെ ആരോപണങ്ങളും പൂർണ്ണമായിട്ട് ജനം തള്ളിക്കളഞ്ഞു.